അവിടെ സുരേഷ് ഗോപിയുടെ ജയം BJPയുടെ അക്കൗണ്ട് തുറന്നു എന്ന് ആരോടും പറയരുത്. അത് BJPക്ക് അപമാനമാണ്. BJPയുടെ അക്കൗണ്ട് തുറക്കണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കണം, വി മുരളീധരൻ ജയിക്കണം, കെ സുരേന്ദ്രൻ ജയിക്കണം, ശോഭാ സുരേന്ദ്രൻ ജയിക്കണം. BJP അക്കൗണ്ട് തുറന്നു എന്ന് നിങ്ങൾ ആരോടും പറയരുത്. കാരണം ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ചു, അദ്ദേഹം ദയനീയമായി തോറ്റു. BJPയുടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിച്ചു, അദ്ദേഹം ദയനീയമായി തോറ്റു. അവിടെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തോറ്റുകൊണ്ടിരിക്കുന്നു. വോട്ട് എണ്ണി കഴിയുമ്പോൾ 8 നിലയ്ക്ക് പൊട്ടും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അവരുടെ ഏറ്റവും വലിയ നേതാവല്ലേ ശോഭാ സുരേന്ദ്രൻ, അവർ തോറ്റു. അത് കഴിഞ്ഞാൽ MG രമേശ്, അദ്ദേഹം തോറ്റു. അപ്പോൾ BJPയിലൂടെ വളർന്ന് പന്തലിച്ച് നിന്ന് ഇപ്പം അവരെ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ച ഒരാളാണ് അനിൽ ആന്റണി, അയാൾ തോറ്റു. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായില്ലോ. ഇത് സുരേഷ് ഗോപി കൊണ്ട് SFI ആയിരുന്നു, പിന്നെ കോൺഗ്രസ് ആയിരുന്നു, പിന്നെ BJP ചേർന്നു. ഇന്ന് അദ്ദേഹം BJP ആണെങ്കിലും അദ്ദേഹം ഭരത് അവാർഡ് നേടിയ ഒരു കലാകാരനാണ്. നാളെ മമ്മൂട്ടി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. നാളെ മമ്മൂട്ടി മത്സരിച്ചാൽ അദ്ദേഹം ജയിക്കും, എവിടെ മത്സരിച്ചാൽ. മോഹൻലാലിൻ്റെ രാഷ്ട്രീയമുണ്ട്, അദ്ദേഹം എവിടെ മത്സരിച്ചാൽ ജയിക്കും. പക്ഷേ ഏത് പാർട്ടിയിൽ ഏത് പ്രത്യയശാസ്ത്രത്തിലാണോ പിന്നെ മമ്മൂട്ടി വിശ്വസിക്കുന്നത്, മോഹൻലാൽ വിശ്വസിക്കുന്നത്, ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അല്ല ഇവിടെ ജയിക്കുന്നത്. എല്ലാ രാഷ്ട്രീയത്തിന് അതീതമായി കലാകാരന്മാരെ സ്നേഹിക്കുന്ന ആളുകൾ മുഴുവൻ വോട്ട് ചെയ്യും. ഇല്ലെങ്കിൽ അവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ പിന്നെ കഴിഞ്ഞ തവണ ജയിക്കാതെ എന്താണ്? അപ്പോൾ അവിടെ സുരേഷ് ഗോപിയുടെ ജയം BJPയുടെ അക്കൗണ്ട് തുറന്നു എന്ന് ആരോടും പറയരുത്. അത് BJPക്ക് അപമാനമാണ്. BJPയുടെ അക്കൗണ്ട് തുറക്കണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കണം, വി മുരളീധരൻ ജയിക്കണം, കെ സുരേന്ദ്രൻ ജയിക്കണം, ശോഭാ സുരേന്ദ്രൻ ജയിക്കണം, അല്ലെങ്കിൽ MD രമേശ്, ഇവരൊക്കെ അല്ലേ BJP എന്ന് പറയുന്നത്. BJPയുടെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന് പലരും സ്റ്റേറ്റ് പ്രസിഡന്റായി, നാഷണൽ കൗൺസിൽ മെമ്പറായി. BJPയുടെ പ്രതിച്ഛായ മുഖച്ഛായ എന്ന് പറഞ്ഞ ഇവരൊക്കെയാണ്. സുരേഷ് ഗോപിക്ക് മറ്റൊരു പ്രതിച്ഛായയുള്ളത്. അദ്ദേഹത്തെ അങ്ങനെ ഒരു രാഷ്ട്രീയക്കാർക്കും എതിർക്കാൻ പറ്റത്തില്ല. കാര്യം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, കലയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ എല്ലാ പാർട്ടിയിലും ഉണ്ട്. അതുകൊണ്ട് BJP അക്കൗണ്ട് തുറക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് ജയിക്കണം, ചെറിയങ്കിഴി ആറ്റിങ്ങൽ ജയിക്കണം, അല്ലെങ്കിൽ വയനാട്ടിൽ ജയിക്കണം. അതൊന്നും ജയിച്ചിട്ടില്ല. അതുകൊണ്ട് BJP അക്കൗണ്ട് തുറന്നു പറയണ്ട. കോൺഗ്രസിന്റെ കോട്ടയിലാണ് കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോയിരിക്കുന്നത്. അല്ല, കോൺഗ്രസിന്റെ കോട്ടയിൽ നിങ്ങൾ പറയാതെ, ഞങ്ങളുടെ ആരാധ്യനായ നേതാവ് കരുണാകരനെ തോപ്പിച്ച സ്ഥലമാണ് തൃശ്ശൂർ. ഇന്ന് BJPയുടെ വക്കാലത്ത് ഏറ്റുപിടിച്ചിരിക്കുന്ന പത്മജ വേണുഗോപാലിനെ തോപ്പിച്ച സ്ഥലമാണ് പിന്നെ തൃശ്ശൂർ. അപ്പോൾ കരുണാകരനേക്കാൾ വലിയ ഇതൊന്നും അല്ലല്ലോ മുരളി. കരുണാകരനെ പോലെ പഴക്കവും പാരമ്പര്യവും പൈതൃകവുമുള്ള ഒരു നേതാവിനെ തോപ്പിച്ച മണ്ണാണ് തൃശ്ശൂർ. അതുകൊണ്ട് അത് കോൺഗ്രസിന്റെ മണ്ണാണെന്ന് നിങ്ങൾ കയറി വിലയിരുത്തണ്ട. ലീഡറെ തോപ്പിച്ച ഒരു മണ്ണിൽ മുരളി തോറ്റ ഒരു അത്ഭുതമൊന്നുമില്ല. പക്ഷെ മുരളിയുടെ പരാജയത്തെക്കുറിച്ച് പഠിക്കണം, തീർത്തും പഠിക്കണം. അദ്ദേഹത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്യണം. അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് പിന്നിൽ ഏതെങ്കിലും ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ സമഗ്രമായി വിലയിരുത്തണം. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.